നമസ്കാരം. ഇന്നത്തെ വിഷയം +1 2026 +1 പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചില അലോട്ട്മെന്റുകളൊക്കെയും ട്രയലും മറ്റേ സാധാരണ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റുകളൊക്കെ തന്നെ ചില സന്ദർഭങ്ങളിൽ തലേ ദിവസം രാത്രി തന്നെ എത്തും. ഇപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞായറാഴ്ച രാത്രി തന്നെ ഈ ട്രയൽ അലോട്ട്മെന്റ് വരാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കുട്ടികളും രക്ഷിതാക്കൾക്കും ഒക്കെ തലേന്ന് ഞായറാഴ്ച രാത്രി മുതൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നാവും. കാരണം ഇതൊരു ആകാംക്ഷയുള്ള സംഗതിയാണല്ലോ എല്ലാവരെയും സംബന്ധിച്ചും. എവിടെയെങ്കിലും കിട്ടിയോ, കിട്ടിയാൽ എവിടെയാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടുക എന്ന് പറയുന്നത് കുട്ടികളെയും രക്ഷിതാക്കളെയും സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ആകാംക്ഷ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ തിങ്കളാഴ്ച രാവിലെ 10 മണിയോട് കൂടിയായിരിക്കും വരാം, ചിലപ്പോൾ ഞായറാഴ്ച രാത്രി 12 മണിക്കായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇത് വന്നു കാണുന്നത്. ചിലപ്പോൾ ഞായറാഴ്ച 8 മണിയോട് കൂടി തന്നെ വന്നുകൂടായികയും ഇല്ല. അപ്പൊ അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാധ്യതാ ലിസ്റ്റ് മാത്രമാണ്. ആ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയത് കൊണ്ട് റിസൾട്ട് പ്രകാരം ഒരു സ്കൂളിലും നമുക്ക് പ്രവേശനം നേടാൻ കഴിയില്ല. സ്കൂളിൽ പ്രവേശനം നേടണമെങ്കിൽ ജൂൺ 15-നാണ് ഒന്നാമത്തെ അലോട്ട്മെന്റ് വരുന്നത്. അപ്പോൾ ആ ജൂൺ 15-ന് പോർട്ടലിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യ അലോട്ട്മെന്റ് വരെ നമ്മൾ കാത്തിരിക്കണം. ഇപ്പോൾ വരുന്നത് തിങ്കളാഴ്ച 8-ാം തീയതി വരുന്നത് വെറും ട്രയൽ മാത്രമാണ്. ഒരു സാധ്യത പറയും. ആ സാധ്യത എന്ന് പറയുന്നത് നമുക്കറിയാം, സാധ്യതകൾ മാറാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഈ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്, ഏതെങ്കിലും സ്കൂളും ഒരു കോഴ്സും കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഫസ്റ്റ് അലോട്ട്മെന്റിലും ഒരു 80%, 75-80% അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്നാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. അത് കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് ഈ 8-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വന്നാലുടൻ നമുക്ക് എഡിറ്റിങ്ങും ചെയ്യാം. മാറ്റങ്ങൾ വരുത്താനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് കിട്ടിയവർക്കും അലോട്ട്മെന്റ് കിട്ടാത്തവർക്കും എഡിറ്റിങ്ങിനുള്ള അവസരമുണ്ട്, തിരുത്തു വരുത്താൻ അവസരമുണ്ട്. അപ്പോൾ തിരുത്തു വരുത്തുമ്പോൾ പല കാര്യങ്ങളാണ്. ചില കുട്ടികൾക്ക് അന്ന് സർട്ടിഫിക്കറ്റുകൾ കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ച് ഈ സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്യാനുണ്ടാവും. എന്നാൽ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്ഷൻസ് മാറ്റി കൊടുക്കുന്നവരുണ്ടാവും. അല്ലാതെ അഞ്ചാമത് കൊടുത്ത ഓപ്ഷൻ ഒന്നിലേക്കാക്കി, ഒന്നിൽ കൊടുത്തത് 4-ലേക്കാക്കി, 4-ൽ കൊടുത്ത് 8-ലാക്കി, 8-ൽ കൊടുത്ത് 2-ലാക്കി, ഈ രീതിയിൽ ഈ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുന്ന കുട്ടികൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്ഷൻ, ആ സ്കൂള്, ആ സ്കൂളും ആ കോഴ്സും ചില സന്ദർഭത്തിൽ വളരെ ചെറിയ സാധ്യതയുള്ളൂ മാറിക്കൂടായികയില്ല. ചിലപ്പോൾ മാറാം എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി നിങ്ങളുടെ +1 അപേക്ഷ കൊടുത്തപ്പോൾ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ തിരുത്താനുള്ള അവസരം ട്രയൽ അലോട്ട്മെന്റ് വന്നാൽ ഉടൻ ഉണ്ടായിരിക്കും. ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ പറയും, എഡിറ്റിങ്ങിനുള്ള ദിവസവും പറയും. ഇപ്പൊ കഴിഞ്ഞ വർഷം 4 ദിവസം നൽകിയിരുന്നു എഡിറ്റിങ്ങിന്, തിരുത്താൻ വേണ്ടി 4 ദിവസം നൽകിയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എത്ര ദിവസം തരുമെന്ന് ഈ ട്രയൽ അലോട്ട്മെന്റ് വരുന്നതോടുകൂടി അത് പ്രഖ്യാപിക്കുള്ളൂ. അപ്പോൾ അന്നേരം മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ എഡിറ്റിംഗ് നടത്തുമ്പോൾ ആവശ്യമെങ്കിൽ നേരത്തെ നൽകിയ ഓപ്ഷനുകൾ, അതായത് സ്കൂളുകൾ പുനർക്രമീകരിക്കാം. എങ്ങനെ വേണമെങ്കിലും ക്രമീകരിക്കാം. അതായത് 10-ാമത് കൊടുത്ത് ഒന്നാമതാക്കാം, ഒന്നാമത് കൊടുത്ത് അഞ്ചാമതാക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അത് ക്രമീകരിക്കാവുന്നതാണ്. പുതിയ എത്ര സ്കൂൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്.
ഒരേ സ്കൂളിൽ തന്നെ വീണ്ടും കോഴ്സുകൾ, ചിലപ്പോൾ നമുക്ക് ഒരു സ്കൂളിൽ ബയോസയൻസ് മാത്രമായിരിക്കും നമ്മൾ കൊടുത്തത്, നമ്മൾ പഠിച്ച സ്കൂളിലൊക്കെ. അവിടെ വീണ്ടും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ കൊടുക്കാൻ നമുക്ക് അവസരമുണ്ട്. അപ്പൊ അത്തരം അവസരങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാവരും തിരുത്തലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എങ്കിലും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ അപേക്ഷയിൽ നമ്മൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉറപ്പുവരുത്തണം. കഴിഞ്ഞ വർഷമാണെങ്കിൽ പേരിൽ ചെറിയ തെറ്റുകൾ കുറെ പേർക്ക് വന്നിരുന്നു. അപ്പൊ പേരടക്കം തിരുത്താൻ വേണ്ടിയിട്ടുള്ള അവസരം കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു എന്നതാണ് സത്യം. അപ്പൊ നമ്മൾ ഈ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിലൊന്നും നോക്കണമെന്നില്ല, ഫോണിൽ നോക്കിയാലും മതി. ഫോണോ പ്രിന്റ് എടുക്കേണ്ട ഒരു സന്ദർഭമൊക്കെ വന്നാൽ മാത്രം നമ്മൾ, ആവശ്യം വരുന്ന സന്ദർഭത്തിൽ മാത്രം നമ്മൾ ഇത് പോയാൽ മതി. വന്നാൽ ഈ റിസൾട്ട്, ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വന്നാലുടൻ നമ്മൾ മൊബൈലിൽ അത് ചെക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് സൗകര്യം പോലെ പ്രിന്റ് ഒക്കെ എടുക്കാം. അപ്പോൾ ആ ചെക്ക് ചെയ്യാൻ വേണ്ടി വളരെ ലളിതമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല നോക്കാൻ വേണ്ടി. നമുക്കറിയാം, ഈ +1 പ്രവേശനത്തിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് HS-CAP ആണ്. ആ HS-CAP-ൽ നമ്മൾ പ്രവേശിച്ച് കാൻഡിഡേറ്റ്സ് ലോഗിൻ SWS ക്ലിക്ക് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഗൂഗിളിൽ HS-CAP കൊടുത്തു, അതിൽ നമ്മൾ കയറി, അതിൽ ഇടത് ഭാഗത്ത് കാണാം കാൻഡിഡേറ്റ്സ് ലോഗിൻ SWS എന്ന് കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് വരും. അടുത്ത പേജ് വന്നാൽ നമ്മളോട് അവിടെ 3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 1, അപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. 2, പാസ്വേഡ് ഉണ്ട്. 3, അപേക്ഷിച്ച ജില്ലയുണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മൾ അവിടെ കൊടുക്കണം. അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കണം, പാസ്വേഡ് കൊടുക്കുക, അപേക്ഷിച്ച ജില്ലയും എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ പേജിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഒരു ലോഗിൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ലോഗിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്ത സമയത്ത് അടുത്ത പേജിലേക്ക് നമ്മൾ പോകും. അടുത്ത പേജിൽ നമ്മളുടെ ഏറ്റവും മുകളിലായിട്ട് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതിൻ്റെ തൊട്ട് താഴെ അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്നറിയാം. അതിനെന്താ പറയാന്ന് വെച്ചാൽ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് എന്ന് കാണാം. അതിൻ്റെ തൊട്ട് താഴെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റിൽ 2 വാചകങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് ഉണ്ടാവുക. ഒന്ന്, കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ്, അല്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നിങ്ങനെ ഏതെങ്കിലും ഒരെണ്ണേ കാണൂ. കിട്ടിയാൽ നിങ്ങൾക്ക് പ്രവേശനം ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണാം. നിങ്ങൾക്ക് ഒരു സ്കൂളിലും അലോട്ട്മെന്റ് കിട്ടിയില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നിങ്ങനെ കാണാം. കിട്ടാത്തവർ ടെൻഷൻ അടിക്കേണ്ട, ഇതൊരു ട്രയൽ അലോട്ട്മെന്റ് മാത്രമാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ച് നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പൊ ഇത്രയുമാണ് ആ പേജിൽ ഉണ്ടാവുക. ഇനി നമുക്ക് ഇപ്പം നമുക്ക് സ്കൂൾ അറിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് സ്കൂൾ അറിയണം, കോഴ്സ് ഏതാ കിട്ടിയെന്ന് അറിയണം. ഏത് സ്കൂളിലാണ് കിട്ടിയത്, അത് ബയോസയൻസിനാണോ കിട്ടിയത്, അല്ലെ കൊമേഴ്സിനാണോ കിട്ടിയത്, ഹ്യൂമാനിറ്റീസിനാണോ കിട്ടിയതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ പേജിന്റെ ഏറ്റവും താഴ്ഭാഗത്ത്, അതായത് നമുക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് അലോട്ട്മെന്റ് നോ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ ആ പേജിന്റെ അടിഭാഗത്തായിട്ട് 4 ലിങ്കുകൾ നിങ്ങൾക്ക് കാണാം. 4 ലിങ്കിൽ ഒന്നാമത്തെ ലിങ്ക് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് ആണ്. രണ്ടാമത്തെ ലിങ്ക് അപ്ലിക്കേഷൻ വ്യൂ ആണ്. മൂന്നാമത്തെ ലിങ്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ ആണ്. നാലാമത്തെ ലിങ്ക് പ്രിന്റ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ പേജിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള 4 ലിങ്കുകളിൽ ഒന്നാമത്തെ ലിങ്കായ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് പോകും. അത് അവിടെ എന്ത് വരും, അടുത്ത പേജിൽ പോയാൽ അവിടെ വിശദമായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏത് സ്കൂളാണ് കിട്ടിയതെന്നും പിന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് ലഭിച്ചതെന്നും അത് എത്രാമത്തെ ഓപ്ഷനാണെന്നും കാണും. നിങ്ങൾ കൊടുത്ത എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്നുണ്ടാവും. നിങ്ങൾക്ക് ലഭിച്ച സ്കൂളിൻ്റെ പേരുണ്ടാവും. നിങ്ങൾക്ക് അവിടെ ലഭിച്ച കോഴ്സ് ഏതാണ്, ബയോസയൻസ് ആണോ കൊമേഴ്സ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ ഏതാണെന്ന് നമുക്ക് അതിൻ്റെ ആ കോഴ്സ് കോഡ് അടക്കം ഉണ്ടായിരിക്കും.
അങ്ങനെ നമുക്ക് ഈ കിട്ടിയ +1 അലോട്ട്മെന്റ്, ഇത് ട്രയൽ അലോട്ട്മെന്റിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, മറ്റതും ഇതുപോലെ തന്നെയാണ്. 15-ാം തീയതി വരുന്നതും ഇതേ രീതി പ്രൊസീജിയറിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് സ്കൂളും കോഴ്സും കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഒരിക്കൽ കൂടി നമ്മൾ വിശദമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നേരത്തെ ഉള്ളത് വെച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം മാറ്റങ്ങളുണ്ട്, ആ മാറ്റങ്ങളൂടെ ഉൾപ്പെടുത്തിയിട്ട് വന്നാൽ ഉടൻ നമുക്ക് പ്രത്യേകമായിട്ട് ക്ലാസ്സുകളും വീഡിയോകളൊക്കെ ഇടുന്നതാണ്. ഓർമ്മിക്കുക, ഇത് ട്രയൽ അലോട്ട്മെന്റ് മാത്രമാണ്. ഇതിനെ തുടർന്നാണ് എഡിറ്റിംഗ് വരുന്നത്, തിരുത്ത് വരുന്നത്. ഓർമ്മിക്കണം അത് ശരിക്കും. അതായത് പിന്നീട് തിരുത്താൻ വേണ്ടി വേറൊരു ദിവസം പറയില്ല. ഇപ്പൊ ട്രയൽ അലോട്ട്മെന്റ് വന്നാൽ എഡിറ്റ് പറഞ്ഞിട്ട് ഇത്രാം തീയതിക്കുള്ളിൽ വൈകുന്നേരം 5 മണി വരെ തിരുത്തിനുള്ള സമയമുണ്ട് എന്നാണ് പറയുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം 4 ദിവസമാണ് തിരുത്താൻ വേണ്ടി അനുവദിച്ചത്. പക്ഷെ അത് ഈ വർഷം, അതിനൊക്കെ മുന്നേ കാലങ്ങളിൽ ഒരു ദിവസം മാത്രം അനുവദിച്ച കൊല്ലങ്ങളുണ്ട്. ഇപ്പൊ എത്ര ദിവസം അനുവദിക്കുമെന്ന് 8-ാം തീയതി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് തിരുത്തെന്ന് കേൾക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, എല്ലാവരും തിരുത്തേണ്ട ആവശ്യമില്ല. എങ്ങാനും നമ്മൾ പിന്നെ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് നോക്കിയിട്ട് ഒരിക്കൽ കൂടി എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രവേശനത്തിൽ നിന്ന് നമ്മൾ പുറത്താവും. ഇപ്പോൾ അറിയാത്ത ഒരെണ്ണം നമ്മൾ ടിക്കിട്ടു, പക്ഷെ സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്തില്ല. അഡ്മിഷന് ചെല്ലുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. പിന്നെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പുറത്താക്കുക ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റിൻ്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും നമുക്കിവിടെ പ്രവേശനം കിട്ടിയിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ ഒന്ന് വിശദ പരിശോധനയ്ക്ക് വെക്കണം. പിന്നെ നമുക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ, ഓപ്ഷൻ പുനർക്രമീകരിക്കാനില്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ തിരിയേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യാനില്ല എങ്കിൽ എഡിറ്റ് ബട്ടണിൽ നമ്മൾ തൊടുക പോലും വേണ്ട. അതും ശ്രദ്ധിക്കുക, എഡിറ്റ് ബട്ടൺ തൊടണ്ട. ഞാൻ പിന്നെ 2 ജില്ലയിൽ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 2 ജില്ലയിലും പ്രത്യേകമായിരിക്കുമല്ലോ. ആ പ്രത്യേകമായിട്ട് നിങ്ങൾ പരിശോധിക്കണം. ഏതൊക്കെ ജില്ലയിൽ, ചിലർക്ക് 3 ജില്ലയിലും കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് 1 ജില്ലയിലും കിട്ടിയിട്ടുണ്ടാവില്ല, ചിലർക്ക് 2 ജില്ല കിട്ടിയിട്ടുണ്ടാവും, 1 കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വരും. അപ്പോൾ നമ്മൾ അത് പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യണം. എഡിറ്റിങ്ങിനെ പറ്റി അല്ലെ തിരുത്തിനെ പറ്റിയിട്ടുള്ള വിശദമായ ക്ലാസ് ഈ റിസൾട്ട് 8-ാം തീയതി തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അതിലുള്ള മുഴുവൻ സംശയങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ ഇട്ടുതരും. എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഈ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവസാനത്തെ അലോട്ട്മെന്റ് വരെ, ക്ലാസ് തുടങ്ങുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് സഹായകരമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് പോവുക. കൃത്യമായ വിവരങ്ങളാണ് തരുന്നത്, ഒന്നിലും ഒരു ഇതുമില്ല. നമുക്ക് റിസൾട്ട് ഇനിയിപ്പോൾ കാര്യങ്ങൾ തിരുത്ത് വരാനുണ്ട്, ഓപ്ഷൻ പുനർക്രമീകരിക്കാനുണ്ടാവും. പിന്നെ മറ്റൊന്ന്, ഈ 15-ാം തീയതിക്കുള്ളിൽ സംഭവിക്കേണ്ടത് റീവാല്യുവേഷൻ റിസൾട്ട് വരാനുണ്ട്. ഇപ്പോൾ റീവാല്യുവേഷൻ റിസൾട്ട് വരുമ്പോൾ കുറച്ചൊരു ചേഞ്ചസ് ചിലപ്പോൾ വന്നുകൂടായില്ല. കുറച്ച് കുട്ടികൾക്കെങ്കിലും ഗ്രേഡുകൾ മാറും, മുഴുവൻ ആൾക്കാർക്കും മാറൂല. കുറച്ച് കുട്ടികൾക്ക് ഗ്രേഡുകൾ മാറും എന്തായാലും. അപ്പോൾ ഇപ്പോൾ വന്ന ട്രയൽ അലോട്ട്മെന്റിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഒരു 20-25% സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ ഇതിനെ ഒരു ട്രയലായിട്ട് മാത്രം നമ്മൾ കാണുക, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. എഡിറ്റിങ്ങിനെ പറ്റി കൂടുതൽ വിശദമായ വിവരങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.